He is the God who sees us. ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. He is the loving Father who sees us. നമ്മെ കാണുന്ന സ്നേഹനിധിയായ പിതാവാണ് ദൈവം. You are not alone. നിങ്ങൾ ഏകരല്ല. You are not alone. നിങ്ങൾ ഏകരല്ല. The Lord is coming with you. ദൈവം നിങ്ങളോടൊപ്പം വരുന്നു. Today we are going to meditate upon the Lord. ഇന്ന് നമ്മൾ ദൈവത്തെക്കുറിച്ച് വിശദമായി ധ്യാനിക്കുവാൻ പോകുന്നു. Who sees us. നമ്മെ കാണുന്ന ദൈവത്തെക്കുറിച്ച്. In Genesis 16:13. ഉൽപ്പത്തി 16:13 വാക്യത്തിൽ Hagar says, ഹാഗാർ ഇപ്രകാരം പറയുന്നു, You are the God who sees me. ദൈവമേ, അങ്ങെന്നെ കാണുന്ന ദൈവമാണ്. And I have also seen you, Lord. ഞാനും അങ്ങയെ കാണുന്നു. I have also seen you, Lord. ദൈവമേ, ഞാനും അങ്ങയെ കാണുന്നു. One of the most wonderful characteristics of God is സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതകരമായ സ്വഭാവ സവിശേഷതകളിൽ ഒന്ന് ഇതാകുന്നു, God watching over us. അതായത് ദൈവം നമ്മുടെ മേൽ ദൃഷ്ടിവെച്ച് നമ്മെ You നിരീക്ഷിക്കുന്നു. may wonder how God can watch me as an individual person. ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന് എങ്ങനെ എന്നെ നിരീക്ഷിക്കുവാൻ സാധിക്കുമെന്നോർത്ത് നിങ്ങൾ അത്ഭുതപ്പെടുകയാവാം. He knows every bit of detail about us. നമ്മെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും ദൈവം അറിയുന്നു. That's why David says in Psalm 139:1-3. അതുകൊണ്ടാണ് സങ്കീർത്തനം 139 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ഇപ്രകാരം Can പറയുന്നത്. anyone read that? ആരെങ്കിലും ആ വാക്യങ്ങളൊന്ന് വായിക്കുമോ? യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. The Lord knows everything about us. നമ്മെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവം അറിയുന്നു. Our sitting, getting up, lying down, even before a word comes out of our mouth, God knows it. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വരുന്നതിനു മുൻപ് തന്നെ ദൈവം അതെല്ലാം വ്യക്തമായി അറിയുന്നു. He is so familiar with all our ways. നമ്മുടെ സകല വഴികളും ദൈവത്തിന് വളരെയധികം പരിചിതമാണ്. God is looking at us so closely. ദൈവം വളരെ സൂക്ഷ്മതയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. Even our parents sometimes do not know about us. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും നമ്മെക്കുറിച്ച് ശരിക്കും മനസ്സിലാകുകയില്ല. But God knows everything. എന്നാൽ നമ്മെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവം അറിയുന്നു. That's why Job says in Job 31:4. അതുകൊണ്ടാണ് ഇയ്യോബ് 31:4 വാക്യത്തിൽ ഇയ്യോബ് ഇപ്രകാരം പറയുന്നത്, Does God see my ways and number all my steps? എന്റെ വഴികളെ ദൈവം കാണുന്നില്ലയോ? എന്റെ കാലടികളൊക്കെയും എണ്ണുന്നില്ലയോ? He is wondering, what is man for God to think about him? ദൈവം മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കത്തക്കവണ്ണം മനുഷ്യനിൽ എന്ത് പ്രത്യേകതയാണുള്ളത് എന്നോർത്തുകൊണ്ട് ഇയ്യോബ് അത്ഭുതപ്പെടുന്നു. Who am I for God to think about all my steps? ആരാകുന്നു ഞാൻ? എന്റെ കാലടികളൊക്കെയും ദൈവം എണ്ണുന്നില്ലയോ? God has numbered all our steps. അതെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കാലടികളൊക്കെയും എണ്ണിയിരിക്കുന്നു. ദൈവത്തിന് സകലതും അറിയാം. We cannot hide ourselves from His Spirit. നമുക്കൊരിക്കലും ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് സ്വയം മറഞ്ഞിരിക്കുവാൻ കഴിയില്ല. We cannot hide ourselves from His presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ മറയ്ക്കുവാൻ നമുക്ക് സാധിക്കില്ല. We cannot run away from God. നമുക്കൊരിക്കലും ദൈവത്തിൽ നിന്ന് ഓടി അകലുവാൻ കഴിയില്ല. We cannot escape His knowledge. നമുക്കൊരിക്കലും ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കില്ല. Thus, this thought should restrain us from sinning against God. ഈ ചിന്ത ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് നമ്മെ വിലക്കും. How can we sin against such a mighty God? അതുപോലെയുള്ള സർവ്വവല്ലഭനായ ദൈവത്തിനെതിരായി നമുക്ക് എങ്ങനെ പാപം ചെയ്യുവാൻ സാധിക്കും? Here Hagar was an abandoned and rejected woman. ഇവിടെ ഹാഗാർ ഉപേക്ഷിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. She was dragged by her situations
into a lonely desert. ഹാഗാറിന്റെ സാഹചര്യങ്ങൾ നിമിത്തം അവൾ ഏകാന്തമായ മരുഭൂമിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. She was forced to leave all her loved ones and come into a desert. തന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും വിട്ട് അവൾ ഒരു മരുഭൂമിയിലേക്ക് വരേണ്ടി വന്നു. അതിനവൾ നിർബന്ധിക്കപ്പെട്ടു. And Sarai, the wife of Abraham, she forced her to become a wife of Abraham. അബ്രഹാമിന്റെ ഭാര്യയായ സാറ അബ്രഹാമിനെ വിവാഹം കഴിച്ച് അവന്റെ ഭാര്യയായി തീരുവാൻ ഹാഗാറിനെ നിർബന്ധിച്ചു. She was sold as a slave. അവൾ ഒരു അടിമ സ്ത്രീയായി വിൽക്കപ്പെട്ടവളാണ്. Irrespective of her desire, everything was forced upon her. അവളുടെ ആഗ്രഹങ്ങളൊന്നും കണക്കിലെടുക്കാതെ അതൊന്നും പരിഗണിക്കാതെ സകല കാര്യങ്ങൾക്കും അവൾ നിർബന്ധിക്കപ്പെട്ടു. She had no choice of her own. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും തിരഞ്ഞെടുക്കുവാൻ അവൾക്ക് She had അധികാരമുണ്ടായിരുന്നില്ല. no freedom. അവൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. But then as soon as she got married, she conceived also. എന്നാൽ അവൾ അബ്രഹാമിനെ വിവാഹം കഴിച്ച ഉടനെ അവൾ ഗർഭിണിയായി തീർന്നു. And the same Sarai who gave her as a wife to Abraham, she turned against her. അബ്രഹാമിന്റെ ഭാര്യയായി തീരുവാൻ അവളെ നിർബന്ധിച്ച അതേ സാറ തന്നെ പിന്നീട് അവൾക്കെതിരായി തിരിഞ്ഞു. She even blamed her. സാറ ഹാഗാറിന്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്തു. And Abraham, her husband, also washed his hands off. അവളുടെ ഭർത്താവായ അബ്രഹാമും തന്റെ കൈകൾ കഴുകി. And said to his wife Sarai, പിന്നീട് തന്റെ ഭാര്യയായ സാറയോട് പറഞ്ഞു, Hagar is your handmaid. ഹാഗാർ നിന്റെ ദാസിയാണ്. Do whatever it pleases you. നിന്റെ ഇഷ്ടം പോലെ നീ അവളോട് ചെയ്തുകൊള്ളുക. Do whatever you want to do with her. നിന്റെ ഇഷ്ടം പോലെ അവളോട് നീ ചെയ്തുകൊള്ളുക. The abandoned Hagar, as she was pregnant, she went to the desert. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഹാഗാർ ഗർഭിണിയായിരുന്നു. അവൾ മരുഭൂമിയിലേക്ക് പോയി. It was at this situation the angel of God met her. ആ സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ ദൂതൻ അവളെ കണ്ടുമുട്ടിയത്. She felt all alone. ഹാഗാറിന് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു. Maybe you may be in the same situation thinking, everybody washed off their hands and left me alone. ഒരുപക്ഷെ നിങ്ങളും ഇതേ അവസ്ഥയിലായിരിക്കാം. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കാം, എല്ലാവരും കൈ കഴുകി എന്നെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. David also cries like this in Psalm 31 and 12. സങ്കീർത്തനം 31:12 ദാവീദും ഇപ്രകാരം നിലവിളിക്കുന്നുണ്ട്. I am forgotten like a dead man. മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. Out of mind. സകലരും തങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. I am like a broken vessel. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. You may be in the same situation even today. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ അതേ അവസ്ഥയിലായിരിക്കാം. Forgotten by men. മനുഷ്യർ നിങ്ങളെ മറന്നു കളഞ്ഞിരിക്കാം. Thinking, where shall I go? ഞാൻ എവിടേക്ക് പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാവാം. Look at the life of Abraham and Sarah. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതം പരിശോധിച്ചു നോക്കുവിൻ. They knew God so well. അവർ ദൈവത്തെ നല്ലവണ്ണം അനുഭവിച്ചറിഞ്ഞിരുന്നു. They might have been praying as a family every day. ഒരുപക്ഷെ എന്നും അവർ കുടുംബമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചിരിക്കും. Along with Hagar. ഹാഗാറിനോടൊപ്പം. And I know God would have visited them very often. ദൈവം ഇടയ്ക്കിടെ അവരെ സന്ദർശിച്ചിരിക്കുമെന്നും എനിക്കറിയാം. ഞാനത് വിശ്വസിക്കുന്നു. And God would have spoken to them and given them instructions. ദൈവം അവരോട് സംസാരിച്ചിരിക്കും. അപ്പോൾ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കും. But then എന്നാലോ they who knew God mistreated Hagar. ദൈവത്തെ നല്ലവണ്ണം രുചിച്ചറിഞ്ഞ അവർ തന്നെ ഹാഗാറിനോട് അപമര്യാദയായി വളരെയധികം കഠിനമായി പെരുമാറി. Look at Mary, the mother of Jesus. യേശുവിന്റെ അമ്മയായ മറിയയെ നോക്കുവിൻ. She was saying like this in Luke 1:48. ലൂക്കോസ് 1:48 മറിയ ഇപ്രകാരം പറയുന്നത് കാണാം. For God has regarded the lowly state of mine. ദൈവം തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ.
For behold, henceforth all generations will call me blessed. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. She says, the Lord has regarded the lowly state of this handmaid. ദൈവം തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. When we go through such a lowly state, only then we will have the visitation of God. നാം അതുപോലെ താഴ്ന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവിക ദർശനമുണ്ടാകൂ, ദൈവം നമ്മെ സന്ദർശിക്കൂ. It was then the Lord spoke to Hagar. പിന്നീട് ആ അവസ്ഥയിലാണ് ദൈവം ഹാഗാറിനോട് സംസാരിക്കുന്നത്. It was then the Lord saw her. ആ സമയത്താണ് ഹാഗാറിനെ ദൈവം കണ്ടത്. The same thing will happen to you also. ഇതേ അത്ഭുതം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. Thank you, Jesus. യേശുവേ നന്ദി. Shall we all look up to God? നമുക്കെല്ലാവർക്കും ദൈവത്തിങ്കിലേക്ക് നോക്കാം. He is the God who sees us. ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. He is the loving Father who sees us. നമ്മെ കാണുന്ന സ്നേഹനിധിയായ പിതാവാണ് ദൈവം. He is the loving Father who speaks to us. ദൈവം നമ്മോട് സംസാരിക്കുന്ന സ്നേഹനിധിയായ പിതാവാണ്. You are not alone. നിങ്ങൾ ഏകരല്ല. You are not alone. നിങ്ങൾ ഏകരല്ല. The Lord is coming with you. ദൈവം നിങ്ങളോടൊപ്പം വരുന്നു. Acknowledge Him in all your ways. നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവത്തെ നിനച്ചുകൊള്ളുവിൻ. And the Lord will make your path straight. ദൈവം നിങ്ങളുടെ പാതകളെ നേരെയാക്കും. Shall we all dedicate our lives today? നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം. Saying, Lord, I am your child. ദൈവമേ, ഞാൻ അങ്ങയുടെ പൈതലാണെന്ന് പറഞ്ഞുകൊണ്ട്, Father, look at me, Lord. ദൈവമേ, എന്നെ അങ്ങ് നോക്കണമേ. And speak to me every day, Lord. ദിനം തോറും എന്നോട് സംസാരിക്കണമേ. Give me your daily bread, Lord. അന്നേക്കുള്ള അപ്പം എനിക്ക് തരേണമേ. Give me your daily bread, Lord. അന്നേക്കുള്ള അപ്പം എനിക്ക് നൽകണം. നന്ദി. Let your word be provided to them every day. ദിനം പ്രതി അങ്ങയുടെ വചനം അവർക്കങ്ങ് നൽകണമേ. Let your living word be provided to them, Lord. അങ്ങയുടെ ജീവനുള്ള വചനം ദിനം പ്രതി അവർക്ക് ലഭിക്കട്ടെ. Thank you, Jesus. യേശുവേ Thank you, നന്ദി. Jesus. യേശുവേ നന്ദി. Bless them, Lord. അവരെ അനുഗ്രഹിക്കണം. Thank you, Lord. ദൈവമേ In നന്ദി. Jesus' name. യേശുവിന്റെ നാമത്തിൽ ആമേൻ.